നമ്മുടെ മില്യൺ ഡോട്ട്സിൻ്റെ ഏപ്രിൽ ബാച്ചിൻ്റെ വൈൻഡിങ് അപ്പ് സെഷനാണ് ഇന്ന് നമ്മുടെ ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാസിൽ മോൻ്റെ സെഷന് ശേഷം നമ്മൾ സ്റ്റുഡൻസായിട്ട് പാരാമൗണ്ടിൽ ലഞ്ചിന് പോവുകയാണ്. സോ പോവല്ലേ? എന്തിപ്പോൾ രണ്ട് വാക്ക് പറയാം. ഇപ്പോൾ നമ്മളിപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ നമ്മൾ ഡൈനിങ്ങിന് വേണ്ടി വന്നേക്കുകയാണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല, നല്ല കളർഫുള്ളായിട്ടുള്ള മൊമെൻറ്റ്സ് ആണ്. അപ്പോൾ അതന്നെ വേറെ ഒന്നും പറയില്ലിരിക്കും. അപ്പോൾ ഒരു നിമിഷം എല്ലാവരും മൗനപ്രാർത്ഥന. ഇതുപോലെ ഒരു ഭക്ഷണം നമുക്ക് സ്പോൺസർ ചെയ്ത മില്യൺ ഡോട്ട്സിനും അവിടുത്തെ മെൻറ്റേഴ്സിനും എല്ലാവരും നന്ദി അറിയിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ച് നമുക്ക് കഴിയാതായിരിക്കും. ഓക്കെ. പലപ്പോഴും നിങ്ങൾക്കും ചിലർക്ക് ചെയ്യണ സമയത്ത് തോന്നിയിട്ടുണ്ടായിരിക്കും ഈ തോട്ടൊക്കെ എല്ലാവർക്കും വരുന്ന കാര്യമാണ്, അത് പ്രത്യേകിച്ച് അതിശയപ്പെടേണ്ട കാര്യമൊന്നുമല്ല. പക്ഷെ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വർക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അത് എങ്ങനെ വർക്ക് ചെയ്ത് നോക്കുക? നമ്മൾ എപ്പോഴും പറയണം, ചെറിയ ക്യാപിറ്റൽ വയ്ക്കുക. നഷ്ടം വന്നു കഴിഞ്ഞാൽ കുഴപ്പം വരാത്തൊരു ചെറിയ ക്യാപിറ്റൽ വെച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻച്വലി അത് പ്രോഫിറ്റബിൾ ആവും എന്നുള്ളതാണ്. നമ്മൾ അതിനുവേണ്ടിയാണ് ആദ്യം തന്നെ നമ്മൾ അസൈൻമെൻറ്റ് ചെയ്തത്. നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കും, നമ്മൾ അസൈൻമെൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഇമോഷൻസ് ഒന്നും അസൈൻമെൻറ്റിൽ വർക്കാവില്ല. ഇല്ലല്ലോ, അതിൽ വർക്കാവുണ്ടായപ്പോൾ എന്താണ്ടായത്? അസൈൻമെൻറ്റ് ചെയ്തപ്പോൾ പ്രോഫിറ്റ് വന്നാ എല്ലാവർക്കും വന്നില്ലേ? എല്ലാം ബ്ലാക്ക് ആണല്ലോ തറയിരിക്കുന്നത്. ഇതെന്താടെ യൂണിഫോമാ? രമേശിന്റെ ഇടയിൽ നിന്നാ മേടിച്ചേ. പറഞ്ഞില്ലാത്തണ്ടി. എനിക്ക് ഇവിടെ വരുന്നതിന് മുമ്പേ ഒരു എന്താ പറയുക, ട്രേഡിങ്ങിനെ പറ്റി ഒരു ഇതുണ്ടായിരുന്നു, കുറച്ച് നോളജ്. പക്ഷെ അത് പെർഫെക്റ്റ് അല്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ കുറച്ചുകൂടി പെർഫെക്റ്റും ഒന്ന് കോൺഫിഡൻസ് കിട്ടി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇപ്പോൾ ലോസ് വന്നു കഴിഞ്ഞാലും അതിനെ എങ്ങനെ റിക്കവർ ചെയ്യാമെന്നും അല്ലെങ്കിൽ നമ്മൾ മൈൻഡ് സെറ്റ് ഒന്ന് ക്ലിയർ ആക്കുക എന്നുള്ള ആ ഒരു സംഭവം അടക്കം എനിക്കിത് കിട്ടി. ചെയ്യാൻ കോൺഫിഡൻ്റ് ആണ്. നിഴലറിയാതെ നിറമണിയും ഒരു പിടിക്കനവിലായി നിൻമുഖം. ഒരു തുള്ളി കണ്ണീരുന്ന്, ഒരു തുള്ളി മതി വീഡിയോക്ക് വേണ്ടി. ആ തുപ്പലെങ്കിലും തൊട്ടെന്ന് ആ വീഡിയോക്ക് വേണ്ടി. ഇനിയൊരു ജന്മമേൻ മനസ്സിലായി ചേരുമോ ചിരി മഴയുമായി. കണക്ഷൻ വേണ്ടേ? കണക്ഷൻ സെറ്റ് ആയതേ ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ അടക്കി നിൽക്കടാ. Okay, let's play the music. ലജ്ജാവതിയേ നിന്റെ കള്ളക്കട കണ്ണിൽ. ഭക്ഷണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് ലാസ്റ്റ് ഡേ ആയിട്ട് എന്താണ് നിങ്ങളുടെ എല്ലാവരുടെ ഒരു വികാരം? ഇന്ന് കണ്ടായിരുന്നു, നല്ല തകർപ്പായിരുന്നല്ലോ പാട്ടൊക്കെ വെച്ചിട്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബെൻസൺ സാറ് നിങ്ങൾക്ക് ആദ്യം ക്ലാസ് എടുത്തല്ലായിരുന്നോ? അപ്പോൾ ഒരു ദിവസം നയൻരാജ് കയറിയിട്ട് ഒരു ദിവസം ബെൻസൺ സാർ ഇങ്ങനെ വന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ട് ഒരു ദിവസം എൻ്റെ അടുത്ത് വന്ന് പറയാം, പിള്ളേർ പോരാട്ടോ, ഒരു തരത്തിലും മിണ്ടുന്നില്ല, ഒരു എൻഗേജ്മെന്റ് ഇല്ലല്ലോ പിള്ളേർ, അങ്ങനെയൊക്കെ വന്ന് കാര്യമായിട്ട് പറയാം. എന്താകും നമ്മുടെ ഓഫ്ലൈൻ ബാച്ച് എന്നൊക്കെ ഭയങ്കര കൺസേണിൽ നിൽക്കുകയാണ്. പിള്ളേരാണെങ്കിൽ അങ്ങനെ മിങ്കിള് ചെയ്യുന്നില്ല, മിണ്ടുന്നില്ല. പിന്നെ കുറച്ച് ദിവസം അങ്ങോട്ട് കഴിഞ്ഞ് ഞാൻ ക്ലാസ്സിൽ കയറിയ സമയത്ത് എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല. നല്ലതായിട്ട് വർത്താനം മാത്രമേ ഉള്ളൂ. അങ്ങനെ രീതിയിലൊരു സ്റ്റുഡൻസ് ആണ്. പിന്നെ തമ്മിൽ നല്ല രീതിയിലുള്ള ബോണ്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ട്രേഡിംഗ് എന്ന് പറയുന്നതിന് ഒരു പ്രൊഫഷനായിട്ട് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന രീതിയിൽ കേരളത്തിൽ ഒരു പ്രൊഫഷനായി റെക്കഗ്നൈസ് രീതിയിൽ എത്തിക്കണം എന്നുള്ളതാണ്. അതായത് ഇന്ന് ഒരു ഡോക്ടർ, ടീച്ചർ, നേഴ്സ് അല്ലെങ്കിൽ അത്തരം പ്രൊഫഷൻ പറയുമ്പോൾ ട്രേഡിംഗ് പോലുള്ളൊരു പ്രൊഫഷനെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്നില്ല. പക്ഷേ ഓവർ ദി കോഴ്സ് ഓഫ് എൻ ഇയർ നമുക്ക് നല്ല ട്രേഡേഴ്സിനെ പുറത്തെടുക്കാൻ പറ്റുകയും ആ ട്രേഡേഴ്സ് സോഷ്യലി ഇമ്പാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ ട്രേഡിംഗ് പ്രൊഫഷനെ കൊണ്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യുമ്പോൾ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു കരിയറിനെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന, റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ പെർസ്പെക്റ്റീവിലേക്ക് എത്തും.
അത് എത്തിക്കുക എന്നുള്ളതാണ് വാട്ട് മില്യൺ ഡോട്ട്സ് ഇസ് ഓൺ ഫോർ. നിങ്ങളും തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഭാഗമായിരിക്കും. ബിക്കോസ് വി ഓൾ സിംഗിൾ ഫാമിലി. ഇതിനൊക്കെ കഴിഞ്ഞിട്ടും വി ഹാവ് എ വെരി ഹ്യൂജ് കമ്മ്യൂണിറ്റി. അതിൻ്റെ ഉള്ളിൽ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് വേണ്ടി ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് വാട്ട് വി ആർ ഗോണ ഡു. ദിസ് ഇസ് അവർ പ്രൊഫഷൻ, ദിസ് ഇസ് അവർ കരിയർ. അപ്പം ആ ഒരു സംഭവം അടിപൊളിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് എനിക്ക് നിങ്ങളിലൂടെ ഭയങ്കര വിശ്വാസമുണ്ട്. കാരണം ദിസ് വൈബ്രൻസ് അറ്റ് യു ഗൈസ് സീ, ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു കൾച്ചറിന് അറൗണ്ട് നിങ്ങൾ കാണിക്കുന്ന ഈ വൈബ്രൻസ് എനിക്ക് ഭയങ്കര പോസിറ്റീവ് ഇമ്പാക്ട് തരുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ബിലീവിംഗ് ഇൻ മില്യൺ ഡോട്ട്സ്. താങ്ക് യു സോ മച്ച്. ഇവിടെ നിന്ന് ഇടുകയാണെന്നുണ്ടെങ്കിൽ 500 rupees. ഓക്കെ, 3 ടീമിനും 4 ടീമല്ല, 4 ടീമിനും ഒരു ടീമിന് 3 ചാൻസ് വെച്ചിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ഡിസൈഡ് ചെയ്യുക ആരൊക്കെ ഇടണം എന്നുള്ളത്. അപ്പം ഇതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് പ്രൈസ് നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ, സെറ്റ് അല്ലേ? എന്തെങ്കിലും ആപ്പ് ഇടാൻ എന്താടാ കഥ തീർന്നു. പമ്പരം കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ, പമ്പര കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ, പമ്പര കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ, പമ്പരം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാട്ടോ. വിമാനം കരളി ഒരു ദിനം ഒരു മുളം കാറ്റിലെ നീരുകൾ, പ്രപഞ്ചം പലവിധം മലഞ്ഞും തേടിയും. കഴിഞ്ഞ 5 വീക്കല്ലേ നമ്മൾ ഒന്നിച്ച് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താണ്. നിങ്ങളെ മിസ്റ്റേക്സ്, നിങ്ങളെ എല്ലാ കാര്യങ്ങളും കണ്ടപ്പോൾ ഉണ്ടായത് കൂടെ നമ്മൾ ഇന്ന് രാവിലെ ഡിസ്കസ് ചെയ്തല്ലേ? അതൊക്കെ കറക്റ്റ് ചെയ്യൂ. ട്രേഡ് ലോ ഒക്കെ ഉണ്ടാക്കും എല്ലാവരും. ഉണ്ടായിട്ടും അയക്കാത്തവരൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് പേര് അല്ലേ? കൂടുതലൊന്നും പറയാനില്ല, കൂടുതലൊന്നും ഞാൻ പറഞ്ഞത് ശരിയാവില്ല. ഞാൻ ഇഷ്ടപ്പെട്ടവരോട് കൊടുക്കാം. അല്ല, ഇപ്പൊ എന്ത് തോന്നുന്നു കണ്ടിട്ട് മിസ് ചെയ്യില്ല? എന്തെങ്കിലും ചോദിക്കാണ്ടോ? ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഞാൻ 2023 ജനുവരിയിലാണ് മില്യൺ ഡോട്ട്സിൽ ജോയിൻ ചെയ്തത്. അന്ന് തൊട്ട് ഓഫ്ലൈൻസ് എടുക്കുന്നുണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതിലും എടുത്തതിലും ദ ബെസ്റ്റ് ആയിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ കണക്ഷൻ ഫസ്റ്റ് എനിക്ക് തോന്നുന്നത് എല്ലാതും ഒരു ക്ലീഷേ ടൈപ്പ് ആയിരുന്നു. അതായത് സാധാരണ ഒരു ബാച്ച് വന്ന് പോകുമ്പോൾ തന്നെ ഒരു കോൾഡ് മൈൻഡ് ആയിരുന്നു എല്ലാവരും. നിങ്ങൾ ഇത്രത്തോളം പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരാണ്, നിങ്ങൾ എന്നെ ഞെട്ടിച്ചിട്ടുണ്ട് ഒരു പോയിന്റിൽ. ആദ്യം ക്ലാസ്സിലെ ഒന്ന് മിണ്ട് പ്ലീസ്, എന്തെങ്കിലും ആൻസർ പറയുന്നായിരുന്നു. പിന്നെ മിണ്ടാണ്ടിരിക്കാനായി ലാസ്റ്റ് ഒന്ന് കുറച്ചു നേരമെങ്കിലും. പക്ഷെ വളരെ അടിപൊളി റെസ്പോൺസ് ആയിരുന്നു. എന്തെങ്കിലും ഒരു വർക്ക് തന്നാലോ ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും, ഇപ്പൊ കളി പഠിക്കേണ്ട കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പഠിക്കാനാണെങ്കിലും, ഇപ്പൊ എന്തെങ്കിലും ഒരു വർക്ക് തന്നാൽ കൃത്യമായിട്ട് ചെയ്യാനാണെങ്കിലും അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ സത്യം പറഞ്ഞാൽ മിസ് ചെയ്യും. അപ്പൊ ഈ പെർഫോമർ ഓഫ് ദ മന്തിനെ സെലക്ട് ചെയ്യാനായിട്ട് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ടായെന്ന് പറഞ്ഞാല്, ക്ലാസ് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ക്ലാസ്സിനോടുള്ള ആറ്റിറ്റ്യൂഡും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാലുള്ളതും, പിന്നെ ക്ലാസ്സിൽ അത്രയും ആക്റ്റീവ് ആയിട്ടുള്ള ഒരാള് ആരായിരിക്കും? എനിക്ക് അതെ, ഇതോടെ 2 പേരുണ്ട്. ഷാരിഖ് രംഗു തന്നെയാണ്. மனம் எங்கோ போகுதே, வாராமல் தாராமல் மனம் எங்கோ போகுதே. 1 2 3 Go Trading, go forward.